എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. മാർക്കോ. മാർക്കോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തീയാണ് മുന്നിൽ കാണുന്നത്. തീയല്ലേ? പിന്നെ എല്ലാവരുടെ കണ്ടിലും തീയല്ലേ? അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടാവും ബ്ലഡ് അല്ലേ? തീയും ബ്ലഡും ഇതൊക്കെ തന്നെ ഉള്ളൂ മൊത്തത്തിൽ. അതെ, ആകെ ബഹളമായിരിക്കും കേട്ടോ. ഡിസംബർ 20 കത്തം തീ കേട്ടോ. ഡിസംബർ 20 ഇനി ആകെ 6 ദിവസം കൂടി ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോ എന്തോ ഒരു പ്രത്യേക ത്രില്ലുള്ളിലേക്ക് കയറുന്നില്ലേ? അത് ഇങ്ങനെ കാത്തിരിക്കുന്ന സിനിമകൾക്കൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. അതെ, സിനിമ റിലീസ് ചെയ്യാൻ ഇത്രയും ദിവസം കൂടി ഉള്ളല്ലോ എന്ന് തോന്നുമ്പോൾ ഉള്ളിലൊരു കുളിരുകയറലുണ്ട്. അതെ, വളരെ ചെറുപ്പത്തിൽ നമുക്ക് ഈ പെരുന്നാള്, അതേപോലെ ഉത്സവം, പൂരം ഇതൊക്കെ അടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എണ്ണി കാത്തിരിക്കും നമ്മൾ ആ ദിവസത്തിന് വേണ്ടിയിട്ട്. അത് ഭയങ്കര ആവേശമാണ്. അത് ചെറുപ്പത്തിൽ മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. അതായത് മുന്നേ തുടങ്ങും ആവേശം. അതിനായിട്ട് ഇങ്ങനെ എണ്ണി കാത്തിരിക്കും ഓരോ ദിവസങ്ങൾ. അതിന് വേണ്ടിയിട്ട് പലതും നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കും, എന്തെങ്കിലും വാങ്ങണമെങ്കിൽ. അതുപോലെയാണ് ഇപ്പോൾ മാർക്കോൻ്റെ കാര്യം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ ഇത്രയും ഹൈപ്പുള്ളൊരു സിനിമ വേറല്ല. മലയാളത്തിൽ മാത്രമല്ല, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ 5ാം സ്ഥാനത്ത് കയറിയിട്ടുണ്ട്. 5ാം സ്ഥാനത്ത്. ഇതുപോലെ മലയാള സിനിമ വന്ന എനിക്ക് തോന്നുന്നു കിങ് ഓഫ് കൊത്ത ആയിരുന്നു. കിങ് ഓഫ് കൊത്ത വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാലിബനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടെർബോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഈ ലിസ്റ്റിൽ മാർക്കുള്ളൂ. അതൊരു മാർക്കായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ഖദാൻ അതേതാ പടം? ഏതാണെന്ന് പോലും അറിയില്ല കേട്ടോ. പിന്നെ ബേബി ജോൺ 2ാം സ്ഥാനത്ത്. ഗെയിം ചേഞ്ചർ 3ാം സ്ഥാനത്ത്. ദൈവമേ, അത് ഊക്കാൻ വേണ്ടിട്ടാ കാത്തിരിക്കുന്നത്. അയ്യോ, ശങ്കർ തുമ്മുന്നു. ഓക്കെ, 4ാം സ്ഥാനത്ത് ഡെസ്പാച്ച് ഉണ്ട്. 5ാം സ്ഥാനത്ത് മാർക്കോ. അതിനി മുന്നോട്ട് വരും. അതെ, പിന്നെ താഴെ കിടക്കുന്നത് റോബിൻഹുഡ് ആണ്. പിന്നെ വൻവാസും ഉണ്ട് 7ാം സ്ഥാനത്ത്. ഓക്കെ, മാർക്കോ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഇതിനെ കുറിച്ച് ഇനി എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ. അത് പേടിയാണ്. എന്തെങ്കിലും വായിൽ നിന്ന് നമ്മൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ സംസാരിച്ച് പോയി കഴിഞ്ഞാലേ പിന്നെ തെങ്ങാൻ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ നമ്മുടെ തലയിരിക്കും. തലയെ കൂടെ തുണി കൊടുത്ത് പോകേണ്ടി വരും. ആ അവസ്ഥയാണ് ഇപ്പം. അതെ, നമ്മള് കൊടുക്കുന്നത് മാത്രമാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ പ്രൊമോഷൻ. മറ്റുള്ളവർ കൊടുക്കുന്നതൊന്നും പ്രൊമോഷൻ അല്ല. ശരിക്കും അങ്ങനെയാണോ? അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നു, അത്ര ഉള്ളതില്ലേ. അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുപോലെ പറയുന്നു, വീഡിയോ ചെയ്യുന്നു. നിങ്ങൾ അത് പറയുന്നില്ല, നിങ്ങൾ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നു. അല്ല, കാണുന്നുണ്ട്. ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് യൂട്യൂബിൽ മാർക്കുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നാൽ അതിന്റെ വ്യൂസ് നോക്കിയാൽ മതി. സത്യം. അപ്പൊ അവര് അടങ്ങിയിരിക്കുന്നില്ല, കാണുന്നുണ്ട്. അത് കാണാനുണ്ട്. അല്ലാണ്ട് നമ്മളായിട്ട് ഇതിന് ഒരു പ്രൊമോഷനും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ സിനിമകൾക്കൊന്നും. ഇനി ഒന്നും വേണ്ട. ഇന്നലെ വന്നൊരു പോസ്റ്റർ ഉണ്ട്, മിനിഞ്ഞാന്ന് വന്നൊരു പോസ്റ്റർ ഉണ്ട്. കൊടൂര സാധനമായിരുന്നു. ഇന്നലെ വന്നൊരു പോസ്റ്റർ ഉണ്ട്. ഇതൊക്കെയാണ് ഇറക്കി വിടുന്നത്. പിന്നെ കയറാതിരിക്കോ? ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കും? അതെ, എങ്ങനെ മിണ്ടാതിരിക്കോ? അതാണ് ചോദ്യം. എങ്ങനെ മിണ്ടാണ്ടിരിക്കും? ഇപ്പൊ ബ്ലഡ് മുന്നോട്ട് കയറി വന്നിട്ടുണ്ട്, തീ കുറച്ചൊന്ന് പിന്നോട്ട് മാറി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നുണ്ടോ, സിനിമ എന്തോ ആയിക്കോട്ടെ, അതെ, അതുവരെ റിലീസ് ആവുന്നോളം വരെ അവർ തന്നുകൊണ്ടിരിക്കുന്നതിന്റെ ക്വാളിറ്റി നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. മാത്രല്ല, ഈ ലെവൽ പരിപാടി നമ്മുടെ മലയാള സിനിമയിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആളുടെ കയ്യിൽ എന്താ നോക്ക്, മറ്റേ ആ കട്ട് ചെയ്യുന്ന കട്ടർ, മരം മുറിക്കുന്ന മിഷൻ. അതിങ്ങനെ മനുഷ്യരെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പീസ് എടുക്കുക. നീ പറഞ്ഞില്ലേ ഈ പള്ളി പെരുന്നാളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആഘോഷമൊക്കെ കൊണ്ട് വരുമ്പോ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്നു. മാർക്കോയ്ക്കും നീ സ്വരുക്കൂട്ടി വെച്ചോ, കയ്യോ കാലോ ഒക്കെ ആയിട്ട് നിനക്ക് തരും മാർക്കോലെ. ഏത് വെയിറ്റ് വാങ്ങാം. എന്തായാലും കൊടൂര പോസ്റ്ററാണ് ഇന്നലെ വന്നിരിക്കുന്നത്. മിനിഞ്ഞാന്ന് വന്നതിനേക്കാൾ അടിപൊളി പോസ്റ്റർ ഇതാണ്. നമുക്കിഷ്ടം ഇങ്ങനത്തെ ഈ പുതിയ തരം വെപ്പൺസ് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം മാർക്കോ വന്നിട്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ സഞ്ചരിക്കുന്ന വഴിയെ മാർക്കോ സഞ്ചരിക്കാൻ പാടില്ല. ഈ പുട്ടുകുറ്റിയൊക്കെ വന്നിട്ട് ആ പരിപാടി കണ്ട നടത്തിക്കോ. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ, അതെ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഐറ്റംസ് ആണ്. മറ്റെന്താ അറിയോ, വെടികൊള്ളുന്നു, തീരുന്നു, ഫിനിഷ്. ആ പരിപാടിയല്ല നമുക്ക് വേണ്ട. അങ്ങനെ കൊല്ലരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം ഓരോരുത്തരെ. ബാക്കി വെക്കണം.
അവർക്ക് ഓർമ്മ വേണം എന്ത് നടന്നു എന്നുള്ളത്. ജഗദീഷ് പറഞ്ഞ ഡയലോഗ് പോലെ തന്നെ മാർക്കോയുടെ മുന്നിൽ അതെ നിങ്ങൾ ഓരോ ആൾക്കൊക്കെ എണ്ണം വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എണ്ണം പറഞ്ഞ് ഇങ്ങനെ കൊടുക്കണം. നീ അന്ന് ഇത് പറഞ്ഞില്ലടാന്ന് വെച്ചിട്ട് കൈ ഇങ്ങനെ മുറിച്ചെടുക്കുക. സിമ്പിൾ. ഓക്കെ, എന്തായാലും പോസ്റ്റർ ഒന്ന് സൂം ചെയ്താൽ തല ചുറ്റും. ഇന്നലെ ഞാനിതിൻ്റെ കമൻറ്റ് വിട്ടിട്ടുണ്ട്, ദൈവമേ തല ചുറ്റുന്നു, തല കറങ്ങുന്നു. കാരണം എന്താ, ഒന്ന് സൂം ചെയ്ത് നോക്ക്. ചോരക്കളം എന്ന് പറഞ്ഞ പോരാ, ആൾക്കാരെ അവിടെ മറ്റേ അറുപശാലയിലൊക്കെ കൊണ്ടുപോയി മറ്റേ ചെയ്തിട്ടിട്ട പോലെ ഉണ്ട്. സത്യം പറഞ്ഞു കൈയൊക്കെ മുറിച്ചിട്ട് അതല്ലേ ഞാൻ പറഞ്ഞ തല ചുറ്റുന്നു. ഓ, ഡിസംബർ 20 ഞെട്ടിക്കും. കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ സാധനം ക്വാളിറ്റി ഉള്ളത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൈപ്പ് കയറും. അതിനകത്ത് ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിനിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇതിന് ഹൈപ്പ് ചെയ്തത്. ടീസർ ഇറങ്ങി ഒരു പോക്കങ്ങ് പോയി. ടീസറോ അതിനു മുൻപോ അതിനു മുന്നേ പോസ്റ്ററുകൾ ഗംഭീര പോസ്റ്ററുകളായിരുന്നു. പിന്നെ ചെറിയൊരു ഇത് നമുക്ക് ചെറുതായിട്ടുണ്ട് കേട്ടോ, ചെറിയ റോൾ ഉണ്ട് ഹൈപ്പ് കയറിയത്. വെറുതെ ആവശ്യമില്ലാണ്ട് എന്തിനാണ് ഞാനിത് ഇങ്ങനെ താത്തിക്കൊണ്ടിരുമ്പോ നീ അല്ല, ചെറുതായിട്ടുണ്ട്. കാരണം എന്താ അറിയാം, അതിന്റെയൊക്കെ മുൻപ് ഈ ഫസ്റ്റ് ലുക്കും വരുന്നതിന് മുൻപ് ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാൻ പോകുന്നത് ചെറിയ സാധനമല്ല. സത്യം, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, ലൂസി ബോയ് എഡിറ്റ്സ്. ജാമ്യം കിട്ടി, എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അതിനകത്തെല്ലാം റേപ്പെങ്കിൽ റേപ്പ് എല്ലാം വരുന്നുണ്ട് ചില സിനിമകള്. എനിക്ക് തന്നെ പേടിയാണ്. മിഖായലിലെ വില്ലന് വർഷങ്ങൾക്കിപ്പുറം സ്പിൻ ഓഫ് പ്രഖ്യാപിച്ചു. ഏറ്റവും വയലന്റ് മൂവി. മാർക്കോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നായകൻ ഉണ്ണി മുകുന്ദനാണ്. കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് കരിയറിൽ വേറെ റേഞ്ച് കയറുകയാണ് 2024 ജഗദീഷ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഡബിൾ ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. ജോലി മദ്യപാനമൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ. പാൻ ഇന്ത്യൻ റേഞ്ചിൽ ഒരു സംഭവം മലയാളത്തിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ് മാർക്കോ. ഏറ്റവും ക്രൂവലായിട്ടുള്ള, സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങളും വരുന്നുണ്ട്. കുറെ ബ്രൂട്ടൽ സാധനങ്ങളുണ്ട്, ഇതൊക്കെയോ കടിച്ചു പറിച്ചൊക്കെ എടുക്കണൊക്കെ. ഞാൻ പ്രേക്ഷകരെ പോലെ തന്നെ മാർക്കോയുടെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഉമ്മുക്കനൊക്കെ പറയാറില്ലേ ഏജന്റ് റിവേഴ്സ് കയറുന്നത്, അത് ജഗദീഷിന്റെ കാര്യത്തിലും ഇപ്പൊ കൊണ്ടുപോയിട്ട് ഇൻഹരിയർ നഗർ അഭിനയിക്കാൻ പറഞ്ഞാലും അപ്പുകൂട്ടനായിട്ട് വരും. സീരിയസ് ആയിട്ട് ഒരു വിഷയം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് അത് ഓക്കെ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളതല്ല. കാരണം ഇപ്പൊ ആള് ആ സൈസ് അല്ല പിടിക്കുന്നത്, ഈ സൈസാണ്. ഈ അടുത്ത് ഏതോ ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിൽ TV ഷോയിൽ വന്നപ്പം ആ പൂട്ടന്റെ സാധനം വീണ്ടും അവിടെ കാണിച്ചു. അല്ല, ആൾക്ക് ഒരു മാറ്റമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു തോന്നൂല, ഇത് അത് തന്നെയാണല്ലോ തോന്നുള്ളൂ. അങ്ങനത്തെ മനുഷ്യൻ പ്രായമാവുന്നില്ല. ഇങ്ങേര് ബൈജു കുറച്ചു പേരുണ്ട്, ലാലു അലക്സ്, അതെ, ഇവർക്കൊന്നും പ്രായമാവില്ല. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇന്നലെ തന്നുള്ളത്. അതിലൂടെ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ആൾറെഡി ഒരുപാട് തവണ ഞെട്ടിച്ചിട്ടുണ്ട് ഇവര്, വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോ 6 ദിവസം കൂടി അതെ കാത്തിരിക്കാം. അയ്യോ, ഇന്നേക്ക് 6ാമത്തെ ദിവസം, ചോര പുഴ ഒഴുകും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. പലരും പല രീതിയിൽ പറയാറുണ്ട്, തിയേറ്റർ കുലുങ്ങും, തിയേറ്റർ കത്തും, പക്ഷെ ചോരപ്പുഴ ഒഴുകുന്നു ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മാർക്കോന്റെ കാര്യത്തിൽ പറയാം, നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാം, ചോരപ്പുഴ ഒഴുകും.